മോഹൻലാലിന്റെ പുലിമുരുകൻ 10 റെക്കോർഡുകൾ തകർത്തു. സ്പെഷ്യൽ ഷോകളടക്കം 214 തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. മുമ്പ് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ലോഹത്തിന്റെ റെക്കോർഡാണ് പുലിമുരുകൻ തകർത്തത്. ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡും പുലിമുരുകൻ തകർത്തു. 4.8 കോടി രൂപയാണ് ചിത്രം ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നേടിയത്. ഇതോടെ ദുൽഖർ സൽമാൻ ചിത്രമായ കലിയുടെ റെക്കോർഡാണ് പുലിമുരുകൻ തകർത്തത്. കേരളത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും പുലിമുരുകൻ തന്നെയാണ്. റിലീസ് ചെയ്ത് 3-ാം ദിവസം 4.83 കോടി രൂപ ചിത്രം ബോക്സ് ഓഫീസിൽ നേടി. രജനീകാന്തിന്റെ കബാലിയുടെ റെക്കോർഡാണ് പുലിമുരുകൻ തകർത്തത്. ഏറ്റവും വേഗത്തിൽ 10 കോടി നേടിയ ചിത്രവും പുലിമുരുകൻ തന്നെയാണ്. 3 ദിവസം കൊണ്ട് 12.92 കോടി രൂപയാണ് പുലിമുരുകൻ നേടിയത്. ഇതോടെ ഒപ്പത്തിന്റെ റെക്കോർഡാണ് പുലിമുരുകൻ പൊട്ടിച്ചത്. 6 ദിവസം കൊണ്ടാണ് ഒപ്പം 10 കോടി ബോക്സ് ഓഫീസിൽ നേടിയത്. ഏറ്റവും വേഗത്തിൽ 20 കോടി നേടിയ ചിത്രമാണ് പുലിമുരുകൻ. ഒപ്പത്തിന്റെ റെക്കോർഡാണ് ഇവിടെയും പുലിമുരുകൻ തകർത്തത്. 11 ദിവസം കൊണ്ടാണ് ഒപ്പം 20 കോടി ബോക്സ് ഓഫീസിൽ നേടിയിരുന്നത്. വെറും 10 ദിവസങ്ങൾ കൊണ്ടാണ് പുലിമുരുകൻ 30 കോടി ബോക്സ് ഓഫീസിൽ നേടിയത്. മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പത്തിന്റെ റെക്കോർഡും പഴങ്കഥയാക്കി. ഏറ്റവും വേഗത്തിൽ 40 കോടി നേടിയ ചിത്രമായി പുലിമുരുകൻ മാറി. 14 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം ബോക്സ് ഓഫീസിൽ 40 കോടി നേടിയത്. ഏറ്റവും വേഗത്തിൽ 10,000 ഷോകൾ കേരളത്തിൽ നിന്ന് പൂർത്തിയാക്കിയ ചിത്രമാണ് പുലിമുരുകൻ. കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ 2 കോടി നേടിയ ചിത്രമെന്ന റെക്കോർഡും പുലിമുരുകൻ സ്വന്തമാക്കി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.